Welcome to CML Infotech. Today we are talking about VTP from CCNA, VLAN Trunking Protocol. VTP. It is a layer 2 Cisco proprietary, layer 2 concept. So VTP എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്വിച്ചുകളിലേക്ക് സെയിം VLAN ഇൻഫർമേഷനുകളെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് VTP. അതായത് സെയിം സ്വിച്ചുകൾക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്വിച്ചുകളിലേക്ക് സെയിം VLAN ഇൻഫർമേഷൻസ് വേണമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ സ്വിച്ചിലും കയറി VLAN കോൺഫിഗർ ചെയ്യാതെ ഒരു സ്വിച്ചിനകത്ത് VLAN കോൺഫിഗർ ചെയ്യുകയും ആ സ്വിച്ച് മറ്റുള്ള സ്വിച്ചുകളിലേക്ക് VLANകളെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് VTP, VLAN ട്രങ്കിങ് പ്രോട്ടോകോൾ. ഉദാഹരണത്തിന് എനിക്കിവിടെ ഒരു 3 സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. സ്വിച്ച് 2 ആൻഡ് സ്വിച്ച് 3, സ്വിച്ച് 3, സ്വിച്ച് 2 ആൻഡ് സ്വിച്ച് 1. എനിക്ക് ഈ സ്വിച്ചിനകത്തൊരു VLAN 10 വേണം. ജനറലി ഞാൻ എല്ലാ സ്വിച്ചിനകത്തും കയറി VLAN 10 ക്രിയേറ്റ് ചെയ്യണം. എല്ലാ സ്വിച്ചിനും VLAN 10 വേണമെങ്കിൽ അതിന് പകരം ഒരു സ്വിച്ചിനകത്ത് VLAN 10 ക്രിയേറ്റ് ചെയ്യാം. ആ സ്വിച്ച് ബാക്കിയുള്ള എല്ലാ സ്വിച്ചുകളിലേക്കും ആ VLAN 10നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ എല്ലാ സ്വിച്ചിനകത്തും VTP ഡിഫൈൻ ചെയ്തിരിക്കണം. So VTP will spread the VLAN info with the entire VTP domain, entire switching infrastructure. ഇങ്ങനെ ഒരു VLAN സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ VTP എനേബിൾ ചെയ്യണം, VTP കോൺഫിഗർ ചെയ്യണം. അങ്ങനെ VTP കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ VTP കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ VTP ഡൊമെയിൻ. VTP ഡൊമെയിൻ സെറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ VTP ഡൊമെയിൻ സെറ്റ് ചെയ്യണം. VTPക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സ്വിച്ചസിൻ്റെയും VTP ഡൊമെയിൻ നെയിം സെയിം ആയിരിക്കണം. ബൈ ഡിഫോൾട്ട് NUNL, നൾ എന്നാണ് ഡിഫോൾട്ടായിട്ട് ഡൊമെയിൻ നെയിം ഉണ്ടാകുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചിനകത്തും കയറിയിട്ട് VTP, സ്വിച്ചിനകത്ത് കയറുക എന്ന് പറയുമ്പോൾ എനേബിൾ കോൺഫിഗ് VTP ഡൊമെയിൻ എന്നിട്ടൊരു ഡൊമെയിൻ നെയിം, എക്സാമ്പിൾ CML, എന്തെങ്കിലും ഒരു ഡൊമെയിൻ നെയിം, അതായത് ആ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡൊമെയിൻ നെയിം. ഇത് എല്ലാ സ്വിച്ചിനകത്തും കയറി സെറ്റ് ചെയ്യണം. എന്നിട്ട് അത് കാണാൻ വേണ്ടി ഷോ VTP സ്റ്റാറ്റസ് എന്ന് അടിക്കുക. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തേത് ഓക്കെ, അപ്പം നമ്മളിതിന് ഷോ VTP സ്റ്റാറ്റസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ VTPന്റെ കറന്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ, ഡൊമെയിൻ നെയിം മാച്ച് ആയിരിക്കണം. സെക്കൻഡ് ക്രൈറ്റീരിയ, നമ്മളിതിന് VTP മോഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, VTP മോഡ്. ഇത് 3 ഉണ്ട്. 1 സെർവർ, 2 ക്ലയന്റ്, 3 ട്രാൻസ്പാരന്റ്. ഇതിൽ ഏത് മോഡാന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാ സ്വിച്ചും VTP മോഡ് സെർവറാണ്. അപ്പോൾ ഒരു സ്വിച്ചിനെ VTP മോഡ് സെർവർ ആക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ VTP മോഡ് സെർവർ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ക്ലയന്റോ ട്രാൻസ്പെറന്റോ ആക്കണമെങ്കിൽ നമ്മൾ VTP മോഡ് കോൺഫിഗർ ചെയ്യണം. ശേഷം തിരിച്ച് വേറെ മോഡിലേക്ക് മാറ്റാനും നമ്മൾ VTP മോഡ് കോൺഫിഗറേഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഓൾറെഡി ഒന്ന് ക്ലയന്റ് ആണ്, പിന്നെ നമുക്കതിനെ തിരിച്ച് ട്രാൻസ്പെറന്റോ അല്ലെങ്കിൽ സെർവറോ മറ്റേതെങ്കിലും മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനും ഇതുപോലെ എനേബിൾ കോൺഫിഗ് എന്നിട്ട് VTP മോഡ്, പിന്നെ ഏത് മോഡാ, സെർവർ ക്ലയന്റ് ഏതാന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇനി അറിയേണ്ടത് ഈ 3 മോഡ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് അറിയണം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ VTP മോഡ്
വി ടി പി ഡൊമെയിൻ നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് നമുക്ക് 3 സ്വിച്ച് ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം ആദ്യം. സോ ലെറ്റ്സ് സേ എനിക്കിവിടെ 2 സ്വിച്ച് ഉണ്ട്. ഞാനിതിനെ സ്വിച്ച് 2 എന്ന് പറയാം. ഓർ ലെറ്റ്സ് സേ CML under switch 2. ഇത് CML under switch 1. ഒരു സ്വിച്ചും കൂടെ വേണം എനിക്ക് 3560 സ്വിച്ച് 3 CML under switch 3. ഇനി നമുക്ക് ഇവർ തമ്മിൽ ആദ്യം ഇന്റർ കണക്ട് ചെയ്ത് ട്രങ്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കേബിൾ എടുക്കുന്നു. എന്നിട്ട് ഉദാഹരണത്തിന് ലെറ്റ്സ് സേ 23 24 ഇതിൻ്റെ 23 ഇതിൻ്റെ 24 എന്ന് വെച്ചാൽ ഇതിൻ്റെ F0/23 24 23 24 ഇതാണ് നമ്മൾ ട്രങ്ക് പോർട്ട്. ഇതിനെ നമ്മൾ ട്രങ്ക് ചെയ്യണം. അപ്പം അതിന് നമുക്ക് ഈ 3 സ്വിച്ചിനകത്തും ആദ്യം ട്രങ്ക് കോൺഫിഗർ ചെയ്യാം. അപ്പം ആദ്യം ഞാൻ സ്വിച്ച് 1 ആക്സസ് ചെയ്യാം. സ്വിച്ച് 1 എനേബിൾ config host name switch 1 interface range F0/23-24 switch port trunk encapsulation.conq switch port mode trunk trunking configuration ആണ്. ഇനി സ്വിച്ച് 2 എടുക്കാം. config host name CML switch 2 interface range F0/23-24 switch port to trunk encapsulation.conq switch port mode trunk no share do right. ഇനി switch 3 enable config host name CML switch 3 interface range F0/24 switch port trunk encapsulation.conq switch port mode trunk right number. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്വിച്ചിൽ കയറി നോക്കാം. ഷോ VLAN നമ്മളിവിടെ പ്രത്യേകിച്ച് VLAN ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ട് VLAN 1 ആണ്. ഷോ VTP സ്റ്റാറ്റസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് VTP മോഡ് സെർവർ. VTP ഡൊമൈന് നത്തിങ് ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം NUL നൽ. മോഡ് സെർവർ എല്ലാ സ്വിച്ചും ഡിഫോൾട്ട് ആയിട്ട് സെർവർ മോഡിലാണ്. ഞാനിതിൻ്റെ VTP ഡൊമൈൻ നെയിം മാറ്റാം. ഡൊമൈൻ നെയിം CML. അപ്പം നിങ്ങൾക്ക് കാണുന്നൊരു ചേഞ്ചസ് കാണുന്നുണ്ടോ? ചേഞ്ചിങ് VTP ഡൊമൈൻ ഫ്രം നൽ ഒന്നുമില്ല. നൽ ടു CML. എല്ലാ സ്വിച്ചിൻ്റെയും VTP ഡൊമൈൻ നെയിം നമുക്ക് മാറ്റാം. VTP domain CML do right. Switch 3 config VTP domain CML. ഇവിടെ പറയുന്നത് നല്ലെന്ന് ഡൊമൈൻ CML മാറ്റി. ഇനി ഇവിടെ ഡു ഷോ VTP സ്റ്റാറ്റസ് നോക്കിയേ. VTP ഡൊമൈൻ നെയിം CML. ഇനി നമ്മുടെ ഫസ്റ്റ് സ്വിച്ചിലേക്ക് പോവാം. ഇവിടെ ഇത് നമ്മുടെ തേർഡ് സ്വിച്ച് ആണ്, സ്വിച്ച് 3. ബട്ട് സ്റ്റിൽ ഡൊമൈൻ നെയിം സെർവർ, അതായത് ഡിഫോൾട്ട് ആയിട്ട് എല്ലാ സ്വിച്ചും സെർവർ മോഡിലാണ്. ഇനി എന്താണ് സെർവർ മോഡും ക്ലയന്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. VTP മോഡ് സെർവർ ആണെങ്കിൽ സെർവർ മോഡ് നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് സെർവർ മോഡ്. ക്ലയന്റ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. VTP മോഡ് സെർവറിനകത്ത് നമ്മൾ എന്ത് VLAN ഉണ്ടാക്കിയോ അതെല്ലാം ക്ലയന്റിലേക്ക് വരും.
ക്ലയൻറ്റിൽ സ്വന്തമായ ഒരു VLAN ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്വിച്ചിനെ VTP മോഡ് സെർവർ ആക്കാം. ഡിഫോൾട്ട് ആയിട്ട് സെർവറാണ്. സെക്കൻഡ് സ്വിച്ചും തേർഡ് സ്വിച്ചും നമുക്ക് VTP മോഡ് ക്ലയൻറ്റ് ആക്കാം. എന്നിട്ട് സെർവറിനകത്ത് നമുക്കൊരു VLAN 10 ഉണ്ടാക്കാം. അപ്പോൾ അത് ക്ലയൻറ്റിൽ വരണം. പിന്നെ നമുക്കൊരു VLAN 20 ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ച് 1 പോയിട്ട് VTP മോഡ് സെർവർ എന്ത് പറയുന്നു? ഡിവൈസ് ഈസ് ഓൾറെഡി ഇൻ സെർവർ മോഡ്. നമുക്ക് സ്വിച്ച് 2 കയറി VTP മോഡ്. അപ്പോൾ കറണ്ട് ഏതാ മോഡ് നോക്കാം. ഷോ VTP സ്റ്റാറ്റസ്. കറന്റ്ലി ഇത് സെർവർ മോഡാണ്. നമ്മളതിനെ മാറ്റിയിട്ട് VTP മോഡ് ക്ലയൻ്റ് ആക്കുക. അപ്പം VTP മോഡ് ക്ലയൻ്റായി. ഒന്നും കൂടെ കാണാൻ വേണ്ടി ഷോ VTP സ്റ്റാറ്റസ് അടിക്കുക. കണ്ടോ, ഇത് VTP മോഡ് ക്ലയൻ്റായി. ഇനി സ്വിച്ച് 2-നകത്ത് ഞാനൊരു VLAN ഉണ്ടാക്കാം. എക്സാമ്പിൾ VLAN 500. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി നോക്കിയേ. VTP VLAN configuration not allowed when the device is in client mode. Client മോഡിനകത്ത് നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. We'll go to switch 3. Okay, this switch we can make it VTP mode client. We'll try to create a VLAN. Let's VLAN 300. Again, client mode cannot allow to create any VLANs. ഇവിടെ നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. Now show VLAN. നിങ്ങൾക്കിവിടെ VLAN 1 ഉണ്ട്. എല്ലാ സ്വിച്ചിലും VLAN 1 ഉണ്ട്. സ്വിച്ച് 2-നകത്തും സ്വിച്ച് 3-കകത്തും നിങ്ങൾക്ക് VLAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ക്ലയൻറ്റ് മോഡാണ്. ഇനി നമ്മൾ സ്വിച്ച് 1 പോവാ. സ്വിച്ച് 1 പോയിട്ട് ഞാനൊരു VLAN ഉണ്ടാക്കുന്നു. VLAN 10. നെയിം let's say data exit. Do show VLAN. ഇവിടെ നമുക്കൊരു VLAN 10 എന്ന് പറയുന്ന ഒരു VLAN കാണാൻ വേണ്ടി പറ്റും. ഇനി ഇത് തന്നെ സ്വിച്ച് 2 പോയി നോക്കുക. ഷോ VLAN. കണ്ടോ, ഇവിടെ ഒരു VLAN 10 വന്നു. കാരണം ഇത് ക്ലയൻറ്റ് മോഡ് ആയതുകൊണ്ടും VTP ഡൊമൈനിലെ മെമ്പർ ആയതുകൊണ്ടും VTP സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്ത VLANകൾ ക്ലയൻറ്റിനകത്ത് വരും. അപ്പോൾ സ്വിച്ച് 3-കകത്ത് ഷോ VLAN 10 നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, നമുക്കൊരു VLAN കൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. VLAN 20. നെയിം voice means IP phone. സ്വിച്ച് 1-നകത്ത് VLAN 20 ക്രിയേറ്റ് ചെയ്തു. സ്വിച്ച് 2-നകത്ത് നോക്കുക. Okay, let me have a look on switch 1. Show VLAN. ഇവിടെ നമ്മളൊരു VLAN 20 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് 2-നകത്ത് പോവുക. ഷോ VLAN. യെസ്, VLAN 20 സ്വിച്ച് 2-നകത്ത് സ്പ്രെഡായി. സ്വിച്ച് 3 ഷോ VLAN. സ്വിച്ച് 3-കകത്തും VLAN വന്നു. ഇനി എനിക്കിതിലൊരു VLAN ഡിലീറ്റ് ചെയ്യണം. ഇവിടെ 10-ഉം 20-ഉം ഉണ്ട്. ഞാൻ സ്വിച്ച് 3-കകത്ത് നിന്നുകൊണ്ട് നോ VLAN 20. Cannot do any changes like creating, deleting, editing. We can't do anything. Client switch-നകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. So we'll go back to server switch, which is switch 1. No VLAN, let's say 20. Show VLAN. അപ്പം നമ്മളിവിടെ VLAN 20 ഡിലീറ്റ് ആക്കി സ്വിച്ച് 1-ൽ. ഇവിടെ VLAN 20 റിമൂവ് ആയി സ്വിച്ച് 1. ഇനി നമ്മളത് സ്വിച്ച് 2-നകത്ത് പോയിട്ട് നോക്കാം. സ്വിച്ച് 2-നകത്ത് ഓൾറെഡി VLAN 20 ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഷോ VLAN അടിക്കുമ്പോൾ VLAN 20 പോയി.
സ്വിച്ച് 3-കകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. സ്വിച്ച് 3-കകത്ത് ആദ്യം നോക്കിയപ്പോൾ VLAN 20 ഉണ്ടായിരുന്നു. ഇനി വീണ്ടും നമുക്ക് നോക്കാം. ഷോ VLAN, let's say exit, ഷോ VLAN. സ്വിച്ച് 2 ഇവിടെ നിന്ന് പോയി സ്വിച്ച് 3. ഷോ VLAN എന്തുകൊണ്ടാണ് ഷോ VTP സ്റ്റാറ്റസ്. Okay, we will address this. Now, we can see a topic called show VLAN, show VTP status. Show VTP status. Okay. We can see that configuration revision number, CRV, configuration revision value, or configuration revision number. Then the ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാ സ്വിച്ചിൻ്റെയും റിവിഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ഒരു സ്വിച്ചിനകത്ത്, അതായത് മെയിൻ സെർവർ സ്വിച്ചിനകത്ത് ഒരു VLAN ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുമ്പം അതിൻ്റെ കോൺഫിഗറേഷൻ റിവിഷൻ നമ്പർ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ഇവിടെ എനിക്കിവിടെ 3 സ്വിച്ച് ഉണ്ട്. സ്വിച്ച് 1, സ്വിച്ച് 2, സ്വിച്ച് 3. 1, 2, 2, 3. ഞാനിവിടെ ഒരു VLAN 10 ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ റിവിഷൻ നമ്പർ ഇവിടെ 1 ആവും. ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാത്തിൻ്റെയും റിവിഷൻ നമ്പർ 0 ആണ്. ഇപ്പോൾ ഈ സെർവർ ഫാം സ്വിച്ച്, സെർവർ സ്വിച്ച് ഈ VLAN ഇങ്ങോട്ട് അയച്ചതിന് ശേഷം വയ VTP അയച്ചതിന് ശേഷം ഈ സ്വിച്ചിനകത്ത് ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ റിസീവ് ചെയ്ത സ്വിച്ചിൻ്റെ റിവിഷൻ വാല്യൂ വന്ന സ്വിച്ചിൻ്റെ റിവിഷൻ വാല്യൂനേക്കാളും താഴെ ആയിരിക്കണം. അപ്പോൾ ലെറ്റ്സ് സേ ഇത് 1, ഇത് 0. അപ്പം സ്വിച്ച് 2 ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ആ VLAN 10ൻ്റെ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ റിവിഷൻ നമ്പർ എന്തായി? 1 ആയി. ഈ സ്വിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോൾ സ്വിച്ച് 2യുടെ റിവിഷൻ നമ്പർ 1ഉം സ്വിച്ച് 3യുടെ 0യും. അപ്പം സ്വിച്ച് 3യുടെ റിവിഷൻ നമ്പർ സ്വിച്ച് 2നേക്കാളും താഴെ ആയതുകൊണ്ട് ഇവിടെയും ആ VLAN 10 അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ റിവിഷൻ നമ്പർ 1 ആയി. നൗ എല്ലാ സ്വിച്ചിൻ്റെയും റിവിഷൻ നമ്പർ ഇപ്പം എന്തായി? 1, 1, 1. ഇനി ഞാനിവിടെ ഒരു VLAN 20 ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റിവിഷൻ നമ്പർ എത്രയാവും? 1 ഇൻക്രിമെൻ്റ് ആവും, അതായത് 2 ആവും. ഇതിങ്ങോട്ട് വരുമ്പോൾ സ്വിച്ച് 2യുടെ റിവിഷൻ 1 ആയതുകൊണ്ട്, അതായത് റിസീവ് ചെയ്യുന്ന സ്വിച്ചിൻ്റെ റിവിഷൻ നമ്പർ താഴെ ആയിരിക്കണം. ഇതിൻ്റെ 1ഉം ഇതിൻ്റെ 2ഉം. അപ്പോൾ ഈ V20 ഇവിടെ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇവിടുത്തെ റിവിഷൻ നമ്പർ പിന്നെ എന്തായി? 2 ആയി. ഈ സ്വിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഈ സ്വിച്ചിൻ്റെ എക്സിസ്റ്റിംഗ് റിവിഷൻ നമ്പർ 1ഉം സെൻഡ് ചെയ്യുന്നതിൻ്റെ 2ഉം ആയതുകൊണ്ട് ഇവിടെ V20 ഇവിടെ അപ്ഡേറ്റ് ആവും. സോ ഇവിടെ വീണ്ടും റിവിഷൻ നമ്പർ 2 ആയി. സോ എല്ലാവരുടെ റിവിഷൻ നമ്പറും എന്താവും? മാച്ച് ആവും. ഇങ്ങനെ എന്തൊരു ചേഞ്ചസ് വന്നാലും ആ ചേഞ്ചസ് ആ സ്വിച്ചിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ റിസീവ് ചെയ്ത സ്വിച്ചിന്റെ റിവിഷൻ നമ്പർ ലെസ് ആയിരിക്കണം, താഴെ ആയിരിക്കണം. ഇനി നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഒരു സ്വിച്ച് വാങ്ങിയതിന് ശേഷം ആ സ്വിച്ചിനകത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ നമ്പർ ഹൈ ആണെങ്കിൽ നമ്മൾ അയക്കുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിനൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡൊമൈൻ നെയിം മാറ്റുക. ഡൊമൈൻ നെയിം മാറ്റുമ്പോൾ എല്ലാത്തിൻ്റെയും റിവിഷൻ നമ്പർ 0ലേക്ക് എത്തും. ഉദാഹരണത്തിന് ഇവിടെ നോക്കാം. സോ ലെറ്റ്സ് സേ സ്വിച്ച് 3യുടെ റിവിഷൻ നമ്പർ 4. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും റിവിഷൻ നമ്പർ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ ഡൊമൈൻ നെയിം അങ്ങോട്ട് മാറ്റുക. VTP
domain CML Infotech. Do show VTP status. ഇപ്പൊ നോക്കിയേ, ഇതിന്റെ റിവിഷൻ നമ്പർ എത്രയായി? ഓട്ടോമാറ്റിക് ആയിട്ട് 0 ആയി. പ്ലസ് നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങളുടെ ഡൊമൈൻ നെയിം മിസ്മാച്ച് ആണ്. കാരണം ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം CML Infotechഉം അപ്പുറത്ത് CMLഉം ആണ്. അപ്പൊ എല്ലാ സ്വിച്ചിന്റെയും VTP ഡൊമൈൻ നെയിം എന്ത് ചെയ്യണം? മാച്ച് ആക്കി കൊടുക്കുക. ഇപ്പൊ ലെറ്റ്സ് സേ സ്വിച്ച് 1ന്റെ config VTP domain name CML_Infotech. Switch to config VTP domain CML_Infotech. Switch 3 നമ്മൾ ഓൾറെഡി മാറ്റി, CML_Infotech. Now we go back to switch 1, show VTP status. ഇപ്പൊ നോക്കിയാൽ CML Infotech റിവിഷൻ നമ്പർ എല്ലാത്തിൻ്റെയും 0. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് 2ന്റെ റിവിഷൻ നമ്പറും കൂടെ നോക്കാം. Do show VTP status. ഇതിൻ്റെതും 0. ഞാൻ ഇനി സ്വിച്ച് 1നകത്ത് VLAN 100 ക്രിയേറ്റ് ചെയ്തു. നെയിം AAA. ഷോ VLAN. എനിക്കിവിടെ ഒരു VLAN 100 എന്നുള്ളൊരു VLAN കാണാം. ഷോ VTP സ്റ്റാറ്റസ്. എൻ്റെ റിവിഷൻ നമ്പർ എത്രയായി? 2 ആയി. 2 എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു VLAN 10 ഉണ്ട് പഴയത്. അപ്പം അതിൻ്റെ വണ്ണും പുതിയത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ വണ്ണും, അങ്ങനെ 2. നമ്മൾ സ്വിച്ച് 2യുടെ റിവിഷൻ നമ്പർ കണ്ടത് 0 ആണ്. ഇനി ഇപ്പം നോക്കാം, ഇതും എന്തായി? 2 ആയി. 2 എന്ന് പറയുമ്പോൾ ഇത് VLAN അപ്ഡേറ്റ് ചെയ്തു എന്നർത്ഥം. ഇവിടെയും 100 വന്നു. അതേപോലെ സ്വിച്ച് 3കകത്ത് നോക്കുമ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ട് 0 ആയിരുന്നു. ഞാനിപ്പോൾ ഒന്നും കൂടെ ഷോ VTP സ്റ്റാറ്റസ് അടിക്കാം. ഇതും 2 ആയി. ഷോ VLAN, ഇവിടെയും 100 വന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ഒരു ചേഞ്ചസ് വരുത്തിയപ്പോൾ അതനുസരിച്ചിട്ട് മറ്റുള്ള എല്ലായിടത്തും അപ്ഡേറ്റ് ആയി, ബിക്കോസ് ഓഫ് ഈക്വൽ റിവിഷൻ നമ്പർ. ഇപ്പം എല്ലായിടത്തും 2 ആണ്. ഇനി ഞാൻ ചെയ്യുന്നത് VLAN നോ VLAN 100, VLAN റിമൂവ് ചെയ്തു. ഷോ VLAN, എൻ്റെ VLAN 100 റിമൂവ് ആയി. അപ്പം എൻ്റെ VTP റിവിഷൻ നമ്പർ ഇൻക്രിമെൻ്റ് ആവണം. ഒരു ഡിലീറ്റ് ചെയ്യാലും എഡിറ്റ് ചെയ്താലും ക്രിയേറ്റ് ചെയ്താലും ഒക്കെ ഡിവിഷൻ നമ്പർ ഇൻക്രിമെൻ്റ് ആവും. ഇവിടെ 3ഉം നമ്മൾ സ്വിച്ച് 2നകത്ത് കണ്ടത് 1ഉം ആണ്. അല്ല, സ്വിച്ച് 2നകത്ത് കണ്ടത് 2ഉം അപ്പം സ്വിച്ച് 1നകത്ത് കണ്ടത് 3ഉം ആയിരുന്നു. ഒന്നുകൂടെ നമ്മൾ ഷോ VTP സ്റ്റാറ്റസ് അടിക്കുക. ഷോ VLAN അടിക്കുമ്പോൾ VLAN 100 പോയി. സോ ഷോ VTP സ്റ്റാറ്റസ്. ഇപ്പം ഇവിടെ 3 ആയി. സോ ഇതിലെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ റിവിഷൻ നമ്പർ മാറ്റുമ്പോഴും അല്ലെങ്കിൽ ഓരോ VLAN നമ്മൾ ആഡ് ഡിലീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിവിഷൻ നമ്പർ ഇൻക്രിമെൻ്റ് ആവും. ഇൻക്രിമെൻ്റ് ആയാൽ അതിൻ്റെ അർത്ഥം ആ ചേഞ്ചസ് അവിടെ എഫക്റ്റ് ആയി എന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്തത് VLAN ക്രിയേറ്റ് ചെയ്തു, VLAN ഡിലീറ്റ് ചെയ്തു. അപ്പം നമ്മളതിനെ സെർവറും ക്ലയൻറ്റും ആക്കിയിട്ട് ആ ചേഞ്ചസ് നമ്മളതിനെ കണ്ടു. അപ്പോൾ VLAN എഡിറ്റ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴും, അതായത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ സെർവറിനകത്ത് ചെയ്താൽ അത് ആ ചേഞ്ചസ് നമ്മൾ ക്ലയൻറ്റിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ആ VTP മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so hope you understand the VTP server mode, VTP client mode and VTP domain to be created. Hope you enjoy the session. Thank you. Have a good day.